നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കാൻ പോകുന്നതിനിടെ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസിന്റെ വിചാരണ ഏപ്രിൽ 12-ന് തുടങ്ങാൻ പോവുകയാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇസ്രയേലിൽ അധികാരത്തിലിരിക്കെ വിചാരണ നേരിടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇതിനു മുമ്പ് ഇറാൻ ഇസ്രയേൽ സംഘർഷം കാരണം കോടതി നടപടികൾ നിർത്തിവെച്ചിരുന്നു. അത് ആ ഒരു സമയത്ത് നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടെമ്പററി സീസ്ഫയർ വന്നതോടുകൂടി കോടതി നടപടികൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് നിർണായകമാണ്. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി കോടതിയുടെ കൈകളിലാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു വാർത്ത, അമേരിക്ക ഇറാൻ ചർച്ചകൾ ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കാൻ പോവുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ഇസ്ലാമാബാദിൽ എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ സംഘത്തെ നയിക്കുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആയിട്ടുള്ള ഗാലിബാഫ് ആണ്. ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. ചർച്ച വിജയിച്ചാൽ അത് വലിയ രീതിയിലുള്ള ഒരു നയതന്ത്ര നേട്ടമായി തന്നെ കാണാൻ കഴിയും.